ശരിക്ക് നമ്മൾക്ക് അറിയാത്തൊരു സംഭവം നമ്മൾ പഠിക്കുമ്പോൾ അതാണല്ലോ ആക്ച്വലി ലേണിങ്. നമ്മളൊരു സംഭവം ചെയ്യുന്നു, നമുക്കത് അറിയില്ല, അപ്പോൾ നമ്മളത് റെഫർ ചെയ്യുന്നു, ഓക്കെ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നു, എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു, വർക്കാവുന്നു, പഠിച്ചു. വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് നോക്കുന്നു. എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം, നമ്മളിപ്പോൾ ഒരു മാത്സ് ഒരു പ്രോബ്ലം ചെയ്യാണ്, നമ്മൾ പ്രോബ്ലം ചെയ്ത് നമ്മൾ സ്റ്റക്കായി, നമ്മൾ പല സ്റ്റെപ്പുകൾ ട്രൈ ചെയ്ത് നോക്കി, പകുതി വരെ എത്തി, അവസാനം ഉത്തരത്തേക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ആ കുറേ നോക്കിയിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു സ്റ്റെപ്പ് നമ്മൾ ആരുടെയും ചോദിക്കുക, അങ്ങനെ എന്തെങ്കിലും ചോദിച്ചപ്പോൾ ഒരു കാണിച്ചു തന്നു, ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മളത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടി, ഇത് ഇങ്ങനെയാണ് അല്ലേ. അവിടെ ആ ഒരു ടൈമിൽ നമ്മളവിടെ സ്റ്റക്ക് ആകുമ്പോൾ, നമ്മൾ ആ പുതിയ പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയങ്കര ഒരു രീതിയിലൊരു ചലഞ്ച്, ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ഉണ്ടാവും. നമ്മൾ അറിയാത്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവും, നമുക്ക് അറിയാത്ത സംഭവങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ. അവിടെ ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ, ബ്രെയിന് നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഈ സംഭവം. മെമ്മറൈസിങ് അല്ല, മനസ്സിലാക്കി തരികയാണ്. നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ച സംഭവങ്ങളേറ്റും ഇത് കണക്ട് ചെയ്യണം, എന്നാലേ നമുക്കിത് മനസ്സിലാവുള്ളൂ, എന്നാലേ നമുക്ക് ഇതിന് ഉത്തരത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു സാധനം മാത്രം അതിൻ്റെ ചുറ്റും എന്തുകൊണ്ട്, എന്താ കാരണം എന്നുള്ള കോൺസെപ്റ്റുകളും കാര്യങ്ങളൊന്നും പഠിക്കാത്ത ആ ഒരു സംഭവം, ആ ഒരു ഡെഫിനിഷനെ മാത്രം മനസ്സിലാക്കി വെച്ചാൽ, മാത്സൊക്കെ ആ ഒരു സ്റ്റെപ്പ് മാത്രം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നാൽ അതിന് ഉത്തരം കൊടുക്കാൻ പറ്റില്ല, ആ ഒരു ചോദ്യത്തിന് മാത്രം പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ ആക്ച്വലി മനസ്സിലാവണം. അതിന് വേണ്ടി ബ്രെയിൻ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഓൾറെഡി ഉള്ള ആൻസേഴ്സുമായിട്ട് അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഇൻഫർമേഷനായിട്ട് കണക്ട് ചെയ്യും, ചലഞ്ച് ചെയ്യും, ക്വസ്റ്റ്യൻ ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു സംഭവത്തിനാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യാന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ നേരെ യൂസ് ചെയ്താണ്ട് ഉത്തരത്തേക്ക് എത്തുമ്പോൾ ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു ഹാർഡ് പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സ്കിപ്പ് ചെയ്യാണ്. ഇതിനെ സ്കിപ്പ് ചെയ്താണ്ട് നേരെ ഡയറക്റ്റ് ആൻസർ നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ഇതൊരു ലേണിങ്ങിൻ്റെ ഒരു ഇല്യൂഷൻ മാത്രമേ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ, ആക്ച്വൽ ലേണിംഗ് ഇവിടെ നടക്കണില്ല.